ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. ദൈവത്തിൻ്റെ അപരിമേയമായ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ കത്തട്ടെ. അഭിഷേക നിമിത്തം മുഖങ്ങളെല്ലാം തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആരാണ് യേശു? ഹു ഈസ് ജീസസ്? യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? അനേക ലോക ആത്മീയ നേതാക്കന്മാരിൽ കാലഘട്ടങ്ങളിലൂടെയും നൂറ്റാണ്ടുകളിലൂടെയും കടന്നുവന്ന് മനുഷ്യരാശിക്ക് സമഗ്രമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള, നന്മകളെ ഉപദേശിച്ച് തന്നിട്ടുള്ള, സത്കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ വെറും 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ യേശു ക്രിസ്തുവിന് എന്താണ് പ്രത്യേകത? ഒരു തച്ചനായി മാത്രം ജീവിച്ച് 100 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കൽ പോലും യാത്ര ചെയ്യാതെ, ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ, അതിരുകൾക്കുള്ളിൽ മാത്രം, അതിൻ്റെ പുറത്തേക്ക് പോകാതെ ചുറ്റി സഞ്ചരിച്ച്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പുസ്തകം പോലും എഴുതാതെ ഇവിടെ നിന്ന് കടന്നുപോയ ഈ യേശു ക്രിസ്തു, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജനിച്ച് ജീവിച്ച് മരിച്ച യേശു ക്രിസ്തു ആരാണ്? ചരിത്രത്തെ AD എന്നും BC എന്നും തിരിക്കുവാൻ കാരണമായ നാമം, യേശുവിൻ്റെ നാമം ബിഫോർ ക്രൈസ്റ്റ്, യേശുവിന് മുൻപും യേശുവിന് ശേഷവും. ഇന്ന് കാലഘട്ടം തന്നെ തിരിയുമ്പോൾ ആരാണ് യേശു? യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 10 മണിക്കൂർ എടുത്താൽ പോലും ഈ ഒരു വിഷയം പ്രസംഗിച്ച് തീർക്കാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവ് അനുവദിച്ച് തന്നിട്ടുള്ള ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. യേശു തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരും ഇല്ല. മോശയേക്കാൾ വലിയവൻ, ഏലിയായേക്കാൾ വലിയവൻ, ഏലീഷായേക്കാൾ വലിയവൻ, രാജാവായ സോളമനേക്കാൾ വലിയവൻ, സങ്കീർത്തനങ്ങൾ എഴുതി ദൈവത്തെ പ്രസാദിപ്പിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ ദാവീദിനേക്കാൾ വലിയവൻ. സ്നാപക യോഹന്നാൻ എന്ന് യേശു ക്രിസ്തു തന്നെ വിളിച്ചു പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് മുൻപ് ജനിച്ച് ജീവിച്ച് കടന്നുപോയ കോടിക്കണക്കിന് മനുഷ്യരെ മുഴുവൻ അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപത്തെയും എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന യേശു, 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടി മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ അറിയാവുന്നവനായ യേശു ഇപ്രകാരം വിളിച്ചു പറയുന്നു, പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരും ഇല്ല. എങ്കിലും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏറ്റവും നിസ്സാരനായ ഒരു വിശ്വാസി പോലും യോഹന്നാനേക്കാൾ വലിയവനാണ് എന്നുകൂടി അവിടെ നിന്ന് പറഞ്ഞു വെച്ചു. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ യേശുവിനെ പറ്റി എന്താണ് പറയുന്നത്? യോഹന്നാൻ്റെ ജീവിതവും പ്രസംഗവും ശുശ്രൂഷയും കണ്ടപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ വിചാരിച്ചു, ഇത് യേശുവാണ്. ഇത്രമാത്രം പരിശുദ്ധി നിറഞ്ഞ മനുഷ്യൻ യേശു അല്ലാതെ മറ്റാരാണ്? ലോകത്തോട് ഇത്രമാത്രം ഒരു വിരക്തി സൂക്ഷിക്കുന്ന ഈ മനുഷ്യൻ യേശു അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇത് രക്ഷകൻ തന്നെ ആയിരിക്കണം. അങ്ങനെ നീ ആരാണ് എന്ന് ചോദിക്കാൻ ജെറൂസലേമിൽ നിന്നും യഹൂദ മത നേതാക്കന്മാർ ഈ യോഹന്നാൻ്റെ പക്കലേക്ക് ചിലരെ പറഞ്ഞു വിടുകയാണ്. അപ്പം അവർ ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പം അതിന് യോഹന്നാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു, നീ ക്രിസ്തുവാണോ? അല്ല. നീ ഏലിയായാണോ? അല്ല. നീ പ്രവാചകന്മാരിൽ ഒരുവനാണോ? അല്ല. എങ്കിൽ പിന്നെ നീ ആരാണ്? നീ സ്നാനം നൽകാൻ കാരണം എന്താണ്? അപ്പോൾ വളരെ ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ആന്തരിക കണ്ണുകളെ തുറന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകളെ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഞാൻ വെറും ശബ്ദമാണ്.
ഈ ശബ്ദം എനിക്ക് നൽകിയവൻ, എന്നെ വിട്ടവൻ, എന്നെ അയച്ചവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു ആരാണ് എന്ന് സ്നാപക യോഹന്നാൻ 5 വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ, 5 വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ സ്നാപക യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയൊരു ബൈബിൾ പഠനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യോഹന്നാൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ കടമെടുക്കുകയാണ്. ഒന്നാമതായിട്ട് യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. Behold the Lamb of God who takes away the sin of the world. ലോകത്തിൻ്റെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയുടെ മുകളിലേക്ക് കയറുവാൻ വരുന്നവൻ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ജനത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലാകും. കാരണം അന്നത്തെ ജനങ്ങൾ എല്ലാ വർഷവും പെസഹ ആചരിക്കുമ്പോൾ ഒരു കുഞ്ഞാടിനെ കൊല്ലുന്ന ഒരു പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ 430 വർഷക്കാലം കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ സർവശക്തനായ ദൈവം അവിടുത്തെ തൃക്കരം നീട്ടുകയാണ്. മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തമായ കരം ദൈവം നീട്ടുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയോ? കേൾക്കാനാവാത്ത വണ്ണം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചുവോ? ദൈവം ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ കൈകൾക്ക് നീളം കുറവാണോ? നിന്നെ രക്ഷിക്കാൻ ശക്തമായ കരങ്ങളല്ലേ എൻ്റേത്? ശക്തനല്ലേ ഞാൻ, സർവശക്തനല്ലേ ഞാൻ, എനിക്ക് എന്തിനാണ് കുറവുള്ളത്? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം പറയുന്നു, സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ് ഞാൻ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ദൈവം ഇസ്രായേലിനെ 430 വർഷക്കാലം അടിമകളായി കഴിഞ്ഞിരുന്ന ജനത്തെ മോചിപ്പിക്കാൻ ദൈവം ഹോറേബിൻ്റെ മുൾപ്പടർപ്പിൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് മോശയോട് പറയുന്നുണ്ട്, ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ സങ്കടം ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നവും ഞാൻ കണ്ടിരിക്കുന്നു, അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ഇറങ്ങി വന്ന ദൈവം അതിന് പ്രധാനമായിട്ടും കാണിച്ചു കൊടുത്ത ഒരു മാർഗമാണ് ഒരു കുഞ്ഞാടിനെ കൊല്ലണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുകളിൽ തളിക്കണം. ഒരു വീടിന് ഒരു കുഞ്ഞാടിനെ കൊല്ലണം. നിങ്ങൾക്കറിയാം, കുഞ്ഞാടിന് അതിൽ തന്നെ പ്രത്യേകതയൊന്നുമില്ല. കുഞ്ഞാടെന്ന് പറയുന്നത് വരാൻ പോകുന്ന എന്തിൻ്റെയോ ഒരു അടയാളമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കാൻ പോകുന്ന എന്തോ ഒരു മഹത്തായ കാര്യത്തെ ജനത്തിന് പതുക്കെ 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 പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ വരാൻ പോകുന്ന യഥാർത്ഥ കുഞ്ഞാടിൻ്റെ ക്രൂശ് മരണത്തിലേക്കും അവിടെ നിന്ന് നൽകാൻ പോകുന്ന രക്ഷയിലേക്കും ദൈവമായ കർത്താവ് പതുക്കെ പതുക്കെ നയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് കുഞ്ഞാടിൻ്റെ സ്വഭാവമായിരിക്കുമെന്നും കുഞ്ഞാടിൻ്റെ ഭാവങ്ങളായിരിക്കുമെന്നും ഒരു കരണത്തടിച്ചാൽ തിരിച്ചടിക്കത്തില്ല എന്നും കാണിക്കാൻ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു വീടിന് ഒരു കുഞ്ഞാട് കൊല്ലപ്പെടണം, ഒരു ഭവനത്തിന് ഒരു കുഞ്ഞാട് വധിക്കപ്പെടണം. അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുകളിൽ തളിക്കുമ്പോൾ ആ ഭവനം മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ്, സംരക്ഷിക്കപ്പെടുകയാണ്, അടിമകളാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്ന് ദൈവം മോശയോട് പറഞ്ഞില്ല, മോശേ, ഇന്ന് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നല്ലവർ മാത്രമായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്, മോശക്കാരും പാപികളുമായിട്ടുള്ളവരെല്ലാം ഇവിടെ കിടക്കും, ഞാൻ നല്ലവരെ മാത്രം അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്, പാപത്തിൽ കഴിയുന്നവരെ ഞാൻ രക്ഷിക്കത്തില്ല, വിശുദ്ധിയിൽ ജീവിച്ചവരെ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കത്തുള്ളൂ. അങ്ങനെയല്ല പറയുന്നത്. ദൈവം നല്ലവരെന്നോ പാപിയെന്നോ മോശക്കാരെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. പകരം ദൈവം ഒറ്റ കാര്യം പറയുന്നു, ജനം അടിമകളാണ്. അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടായിരിക്കാം, ചീത്ത ആൾക്കാരുണ്ടായിരിക്കാം, മോശക്കാരുണ്ടായിരിക്കാം, കുട്ടിയ പാപികളുണ്ടായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ദൈവം കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും അടിമകളാണ്, പാപത്തിൻ്റെ അടിമയാണ്, സാത്താൻ്റെ അടിമയാണ്, അന്ധകാരത്തിൻ്റെ അടിമയാണ്. അടിമകളുടെ കൂട്ടത്തിൽ ചില നല്ല സ്വഭാവം കാണിക്കുന്നവരുണ്ടായിരിക്കാം. ദൈവം പറയാണ്, അടിമകളെ രക്ഷിക്കുന്നത് നല്ലതെന്നോ ചീത്തയെന്നോ നോക്കിയിട്ടല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിൽ മാത്രം ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഒരു വീടിന് ഒരു കുഞ്ഞാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ യോഹന്നാൻ വിളിച്ചു പറയാണ്, ലോകമെന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിന്, ലോകമെന്ന് പറയുന്ന ഒരു വലിയ വീടിന്, ലോകത്തിന് മുഴുവനായും ഒരൊറ്റ കുഞ്ഞാടിനെ ദൈവം അയക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് ദൈവപിതാവ് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടി
വരാൻ പോകുന്ന മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, കോടിക്കണക്കിന് ജനങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യരാശി എന്ന് പറയുന്ന വലിയ കുടുംബത്തെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം ഇതാ ഒരു കുഞ്ഞാടിനെ അയക്കുകയാണ്. Behold the Lamb of God who takes away the sin of the world. നീ കാണുക, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ പോകുന്നു. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. സ്വർണത്തെക്കാൾ വലുത്, ഡയമണ്ടിനേക്കാൾ വലുത്, പ്ലാറ്റിനത്തെക്കാൾ വലുത്, വജ്രത്തെക്കാൾ വലുത്, ലോകത്തിലുള്ള സകല വിലപിടിപ്പുള്ളതിനേക്കാൾ വലുത്, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, പാപമില്ലാത്ത, അശുദ്ധിയില്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടെടുക്കപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സാത്താന്റെ അടിമയായി കഴിയുന്ന മനുഷ്യ, നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരേ ഒരു മാർഗമേ തന്നിട്ടുള്ളൂ. 2 മാർഗമില്ല. ഇറ്റ്സ് ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. കറയില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം നമ്മളെ പൊതിയുമ്പോൾ സാത്താന് നമ്മുടെ പുറത്തുള്ള അധികാരം നഷ്ടപ്പെടുകയാണ്. വീണ്ടും വചനം പറയുന്നു, 1 പത്രോസ് 1:20, അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അമേസിങ്, അത്ഭുതകരമായൊരു വചനം. യേശുക്രിസ്തുവിനെ പറ്റി പറയാണ്, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഇവനെ കുഞ്ഞാടായി പിതാവായ ദൈവം കരുതി. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം പിതാവിൻ്റെ ഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നടന്നു കഴിഞ്ഞിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശു വന്ന് കുരിശിൽ മരിച്ചുവെന്ന് മാത്രം. താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ പാപം ചെയ്യുമെന്നും തനിക്കെതിരായി തിരിയുമെന്നും സാത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങുമെന്നും സാത്താൻ്റെ അടിമയായി മാറുമെന്നും തനിക്കെതിരായി പ്രവർത്തിക്കുമെന്നും തനിക്ക് വേദനയുണ്ടാക്കുമെന്നും ദൈവപിതാവിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, മാലാഖമാരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവത്തിനത് അറിയാമായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യും, അവൻ തനിക്ക് എതിരായി തിരിഞ്ഞ് തന്നെ വേദനിപ്പിക്കും, തനിക്ക് അവൻ ദുഃഖമുണ്ടാക്കും. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ നിന്നും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം അറിയാവുന്ന ദൈവം ഒരു വില കൊടുക്കാൻ തയ്യാറാവുകയാണ്. പാപത്തിൽ മനുഷ്യൻ വീഴും, അങ്ങനെ വീഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ഒരു വലിയ വില കൊടുക്കാൻ തയ്യാറാവുന്നു. തൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന തൻ്റെ വചനമായ യേശു ക്രിസ്തുവിൻ്റെ മരണം, പാപമില്ലാത്തവൻ്റെ കുരിശുമരണം, അതിലൂടെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പിതാവ് തീരുമാനിക്കുന്നു. അതാണ് വചനം പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടവനും ഈ അവസാന കാലത്ത് വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, നീ പാപത്തിൻ്റെ അടിമയാണോ? സഹോദരി, നീ പാപത്തിൻ്റെ അടിമയാണോ? സാത്താൻ്റെ പിടിയിൽ നിന്ന് നീ എന്തെല്ലാം ചെയ്തിട്ടും മോചനം കിട്ടുന്നില്ലേ? ഒറ്റ മാർഗമേ ഉള്ളൂ. ലുക്ക് അറ്റ് ജീസസ്. യേശുവിനെ നോക്കുക. വചനം പറയുന്നു, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല, അവരുടെ മുഖം കുനിയുകയില്ല. പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രകാശം കടന്നു വന്ന് ഇരുട്ടിനെ മാറ്റിക്കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പ്രകാശിക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ അന്ധകാരത്തിൻ്റെ കെട്ടുകളെ മാറി അവൻ പ്രകാശം കൊണ്ട് അവൻ നിറയുന്നു. അഭിഷേകത്താൽ അവൻ ജ്വലിക്കുന്നു. ദൈവിക തേജസ്സിനാൽ ആ വ്യക്തി നിറയപ്പെടുന്നു. യേശുവിനെ നോക്കുക. രണ്ടാമതായി യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇതാണ്, അത് അത്ഭുതകരമായൊരു സത്യമാണ്. എനിക്ക് മുൻപേ അവൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വചനത്തിലാണ് ഇത് വിളിച്ചു പറയുന്നത്. എനിക്ക് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നു. പ്രായത്തിൽ യോഹന്നാൻ 6 മാസത്തിന് മൂത്തതാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 6 മാസത്തിന് ജ്യേഷ്ഠനായ സ്നാപക യോഹന്നാൻ പറയാണ്, ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? ഏതൊരു മനുഷ്യനെ കുറിച്ചാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? വീണ്ടും യേശു തന്നെ പഠിപ്പിക്കുന്നു, അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. യേശു ജീവിച്ചിരുന്നതിൽ നിന്നും ഏതാണ്ട് 3000-3500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം. ഈ അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ മുൻപിൽ ഒരു 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ബിഫോർ എബ്രഹാം ഐ വാസ്. അബ്രഹാമിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ എറിയുവാൻ അവർ കല്ലുകളെടുത്തെന്നാണ് പറയുന്നത്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ യേശു തൻ്റെ വാക്കു മാറ്റുന്നില്ല, ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നവൻ.
യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ യേശു പറയുന്നുണ്ട്, ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാണ്. പ്രിയപ്പെട്ടവരെ, മൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം. ഓ, നമ്മുടെ ദൈവം ആദിയാണ്, അന്ത്യമാണ്, തുടക്കമില്ല, ഒടുക്കമില്ല, എല്ലാത്തിൻ്റെയും ആദി കാരണമായവൻ. ഓ, എന്താണ് അവനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നത്? ഈ വാക്കുകൾക്ക് യേശുവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയില്ല. മനുഷ്യന്റെ ലാംഗ്വേജിന് യേശുവിൻ്റെ മഹത്വത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയില്ല. കർത്താവ് പറയാണ്, അബ്രഹാമിനേക്കാൾ മുമ്പ് ഞാനുണ്ട്. യോഹന്നാൻ പറയാണ്, എന്നേക്കാൾ മുൻപ് അവനുണ്ട്. ഈ പറച്ചിലിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, യേശു ദൈവമാണ്. ലോകത്തിലെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റുകയില്ല. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനേക്കാൾ മുമ്പേ ഞാൻ ഉണ്ടായിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് ദൈവമാണ്. മറ്റൊരർത്ഥവും അതിനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ പതുക്കെ പതുക്കെ യേശു ക്രിസ്തു ആരാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഞാൻ വചനപ്രഘോഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഹു ഈസ് ജീസസ്? യേശു ആരാണ്? യേശു ദൈവമാണോ എന്ന് സംശയമുള്ളവർക്ക് ഇതാ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, എന്നേക്കാൾ മുൻപേ അവനുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അപ്പോസ്തലനായിരുന്ന, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനാണ് അവസാനമായിട്ട് സുവിശേഷം എഴുതുന്നത്. 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4ൽ അവസാനം സുവിശേഷം എഴുതുന്ന യോഹന്നാനാണ്. യോഹന്നാന്റെ തുടക്കം ഇങ്ങനെയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അതിനെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. യേശുവിനെ പറ്റി പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2 യോഹന്നാന്മാരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ജീസസ് ഈസ് ഗോഡ്, യേശു ദൈവമാണ്. യേശു പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ലോകത്തിൽ ഇന്ന് വരാരും പറയാത്തൊരു കാര്യം, ഞാനും പിതാവും ഒന്നാണ്. ലോകത്തിൽ ഇന്ന് വരാരും പറയാത്ത കാര്യം. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണ്. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യജാതനുമാണ്. മഹത്വത്തിന്റെ കർത്താവാണ് നമ്മുടെ കർത്താവ്. വീണ്ടും യേശു ആരാണ്? സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, 3-ാമതായിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവൻ അഭിഷിക്തനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ജീസസ് ഈസ് ദി അനോയിന്റഡ് വൺ. യേശു അഭിഷിക്തനാണ്. The real anointed one, the Messiah, മിശിഹ, അഭിഷിക്തൻ, അഭിഷേകം നിറഞ്ഞവൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് തീ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്, God anointed Jesus of Nazareth with the Holy Spirit and power. ദൈവം നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തുകൊണ്ടും പിശാചനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ വിടിവിച്ചുകൊണ്ടും ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. യേശുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ഒരു വചനമാണ്. ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. എന്തിന്? പിശാചിൻ്റെ അടിമകളായി കഴിയുന്നവരുടെ കെട്ടഴിച്ചു വിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുവാൻ പിതാവ് യേശുവിനെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു ആദ്യമായിട്ട് ഒരു സിനഗോഗിലേക്ക് കടന്നു ചെന്നപ്പോൾ യേശുവിന് വായിക്കുവാൻ വേണ്ടി ബൈബിൾ കൊടുക്കുകയാണ്, പഴയ നിയമം കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ പഴയ നിയമം തുറക്കുമ്പോൾ കിട്ടുന്നത് ഏശയ്യായുടെ പുസ്തകമാണ് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തേതുപോലെ ഒറ്റ ബുക്കാട്ടല്ല ഇരിക്കുന്നത്, അന്ന് ചുരുളുകളാണ്. അപ്പോൾ പ്രാർത്ഥനാപൂർവം ഏതെങ്കിലും ഒരു ചുരുളെടുക്കുകയാണ്. ആ ചുരുളെടുത്ത് തുറന്നപ്പോൾ, അത് നിവർത്തിയപ്പോൾ, തുറന്നപ്പോൾ കാണുന്നത് ഏശയ്യായുടെ പുസ്തകത്തിലെ ഭാഗമാണ്. യേശു വായിക്കുന്നുണ്ട്, The Spirit of the Lord is upon me. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ബന്ധിതർക്കും മോചനം കൊടുക്കുവാൻ, തടവുകാരെ തുറന്നു വിടുവാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു. താൻ അഭിഷിക്തനാണ്. പ്രിയപ്പെട്ടവരെ,
യേശയ്യായുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, അഭിഷേക നിമിത്തം നുകങ്ങൾ തകർക്കപ്പെടും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബന്ധനങ്ങളെ തകർക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അനോയിന്റിങ്, അഭിഷേകം, അഭിഷേകം, അഭിഷേകം. അഭിഷേക നിമിത്തം നുകങ്ങളെല്ലാം തകർക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കെട്ടഴിക്കണമെങ്കിൽ, പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ കെട്ടഴിക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളത് അഭിഷേകമാണ്. ആ അഭിഷേകമുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇതാ അവൻ അഭിഷേകം നിറഞ്ഞവൻ. 4-ാമതായിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയാണ്, ഹി ഈസ് ദ വൺ ഹു വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കും. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവനാണ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവനാണ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നവൻ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ ഞാൻ കാണുന്ന വലിയൊരു പ്രത്യേകത ഇതാണ്, നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ കഴിവുള്ളവൻ യേശുവാണ്. പാപിയായ ഒരു മനുഷ്യനിൽ പരിശുദ്ധനായ ദൈവത്തിന് നിറയാൻ സാധ്യമല്ല. അവിടുന്ന് പരിശുദ്ധനാണ്, നമ്മൾ പാപിയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ പാപം കഴുകപ്പെടണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. അങ്ങനെ കഴുകപ്പെട്ട മനുഷ്യനിൽ പരിശുദ്ധനായ ദൈവത്തിന് വന്ന് നിറയുവാനും വസിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നവൻ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. സമരിയാക്കാരി സ്ത്രീയോട് യേശു ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഇതാണ്, മോളെ, 5 ഭർത്താക്കന്മാരോടൊപ്പം താമസിച്ചിട്ട് നിനക്ക് കൊതി തീരുന്നില്ല. നീ 6ാമതൊരുത്തൻ്റെ കൂടെ താമസിക്കുകയാണ്, എന്നിട്ടും കൊതി തീരുന്നില്ല. നിനക്ക് ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ദാഹം തീരത്തില്ല. പകരം ഞാൻ നിനക്ക് കിണറ്റിലെ വെള്ളമല്ല തരാൻ പോകുന്നത്, ഞാൻ നിന്നിൽ ഒരു വലിയ അരുവിയായി മാറാൻ പോവുകയാണ്. നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികളെ ഒഴുക്കും. നിന്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തിൻ്റെ നദികളെ ഒഴുക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും. ഈ കിണറല്ല ഞാൻ നിനക്ക് തരാൻ പോകുന്നത്, ഒരു നദി തന്നെ നിന്റെ ഉള്ളിൽ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, ഹി ഇസ് ദ സൺ ഓഫ് ഗോഡ്. ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. എന്തിനു വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറിയത്? അതിൻ്റെ മനോഹരമായ ഉത്തരം പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിൻ തന്നെ. മനുഷ്യ മക്കളെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ മനുഷ്യപുത്രനായി മാറി. ഒരു എക്സ്ചേഞ്ച് നടക്കുവാൻ, തനിക്കുള്ളതെല്ലാം നമുക്ക് തരുവാൻ, നമുക്കുള്ളതെല്ലാം ഏറ്റെടുക്കാൻ വന്നവൻ. നമുക്കുള്ളത് എന്താണ്? ഷെയിം, ഗിൽറ്റ് എല്ലാമാണ്. കുറ്റബോധം, പാപം, ഭാരം എല്ലാം കർത്താവ് ഏറ്റെടുക്കുകയാണ്. നമ്മിലെ അന്ധകാരത്തെ ഏറ്റെടുക്കുന്നു, നമ്മിലെ കെട്ടുകളെ ഏറ്റെടുക്കുന്നു, നമ്മിലെ ശാപത്തെ ഏറ്റെടുക്കുന്നു, കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചത് മനുഷ്യപുത്രരായ നമ്മളെ ദൈവപുത്രൻ എന്നുള്ള ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. അങ്ങനെ ഉയർത്തുന്നതിന് വേണ്ടി അവന് സ്വയം താഴ്ത്തേണ്ടതായിട്ട് വന്നു. സ്വർഗത്തിൽ നിന്നും അവൻ തന്നെ താഴ്ത്തിയത് കൊണ്ട് ഭൂമിയിലുള്ള നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം ഇങ്ങനെയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനും നിങ്ങളും എങ്ങനെയാണ് ഇത്രയും പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ മകനും മകളും എന്നുള്ള പദവിയിലേക്ക് വിളിച്ച് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ നിറയ്ക്കുവാൻ എങ്ങനെ സാധിച്ചു? ഒറ്റ ഉത്തരം, ബിക്കോസ് ഓഫ് ജീസസ്, ബിക്കോസ് ഓഫ് ജീസസ്, ബിക്കോസ് ഓഫ് ജീസസ്. യേശുവിലൂടെ. ജീസസ് ഈസ് എവറിത്തിങ്. യേശു എല്ലാമാണ്. ഹി ഈസ് അവർ ലൈഫ്, ഹി ഈസ് അവർ സാൽവേഷൻ, ഹി ഈസ് അവർ റിഡംഷൻ. യേശു എല്ലാമാണ്.
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കി വച്ചിരിക്കുന്നു. പറയാൻ വാക്കുകളില്ല. സ്നേഹം യേശുവാണ്, വിശുദ്ധി യേശുവാണ്, എളിമ യേശുവാണ്, നിത്യജീവൻ യേശുവാണ്, അഭിഷേകം യേശുവാണ്, പ്രകാശം യേശുവാണ്. യേശുവിനെ സ്വന്തമാക്കുന്നവന് നിത്യജീവനുണ്ട്. കണ്ണുകളടയ്ക്കാം. പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ കവാടങ്ങളിൽ മുട്ടുന്ന യേശുവിനെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതാ വാതിൽ തുറന്നു തരുന്നു. ഉള്ളിൽ നിറയണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.